മരണത്തെ മരണത്തെ ജയിച്ചവൻ. മരണം മനുഷ്യൻ്റെ ശത്രുവാകുന്നു എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു. മരണത്തെക്കുറിച്ച് ഭയവും ഉത്കണ്ഠയുമില്ലാത്ത ഒരു മനുഷ്യവ്യക്തി പോലും ലോകത്തുണ്ടായിട്ടില്ല. മനുഷ്യരെല്ലാം ഒന്നുപോലെ മരണത്തിന് മുമ്പിൽ നിസ്സഹായരാണ്. രാജാവും നേതാവും ചരിത്രപുരുഷന്മാരും മഹാന്മാരുമെല്ലാം മരണത്തിന് മുമ്പിൽ കീഴടങ്ങുന്നു. മരണത്തെ അതിജീവിക്കുന്നതിന് മരുന്നോ മന്ത്രമോ സമ്പത്തോ ബലമോ ഒന്നും മതിയായതല്ല. മനുഷ്യൻ്റെ സമ്മതമോ സമയമോ ഒന്നും നോക്കാതെ മരണം കടന്നു വന്ന് അവനെ കീഴ്പ്പെടുത്തി കളയുന്നു. എന്നാൽ മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്തതായ ഒരു വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകം പ്രസ്താവിക്കുന്നു. യഹൂദന്മാർ പരസ്യമായി ക്രൂശിൽ തറച്ചു കൊല്ലുകയും റോമൻ ഗവൺമെൻറ് മുദ്ര ചെയ്ത് പടയാളികൾ കാവൽ കാത്തിരുന്നതുമായ കല്ലറയിൽ നിന്ന് മൂന്നാം നാൾ പുറത്തു വരികയും ചെയ്ത കർത്താവായ യേശുവാകുന്നു മരണത്തെ ജയിച്ചവൻ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് കർത്താവായ യേശു അരുളി ചെയ്തു. ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് തൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ നിര്യാണ വാർത്ത കേട്ട് യേശു തൻ്റെ ശിഷ്യന്മാരുമായി ലാസർ പാർത്തിരുന്നതായ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ തന്നെ എതിരേറ്റ് ചെന്നതായ ലാസറിൻ്റെ സഹോദരി മാർത്തയോട് കർത്താവായ യേശു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് മാർത്ത യേശുവിനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് മറുപടി പറഞ്ഞു. യേശു അവളോട്, ഞാൻ തൻ്റെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം യേശു ലാസറിനെ അടക്കം ചെയ്തിരുന്ന കല്ലറയുടെ അടുക്കൽ എത്തുകയും കല്ലറ വാതിൽക്കൽ നിന്നും കല്ലുരുട്ടി നീക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഒരു വലിയ പുരുഷാരത്തിൻ്റെ മുമ്പാകെ ലാസറിനോട് പുറത്തു വരുവാൻ കൽപ്പിക്കുകയും മരിച്ചു 4 ദിവസമായി കല്ലറയ്ക്കുള്ളിലായിരുന്നവൻ പുറത്തു വരികയും ചെയ്തു. മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നുവെന്ന് കർത്താവായ യേശു അരുളി ചെയ്തു. ലാസറിനെ കൂടാതെ നയീനിലെ വിധവയുടെ മകൻ, പള്ളിപ്രമാണിയായിരുന്ന യായുറോസിൻ്റെ മകൾ തുടങ്ങിയവർ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ട് ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഇതിനേക്കാളെല്ലാം അതിശയകരമായ രീതിയിൽ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുള്ള സകല മനുഷ്യരും ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഇതിനെക്കുറിച്ച് കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറയ്ക്കുള്ളിൽ ഉള്ള എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. നീതിമാന്മാരുടെയും ദുഷ്ടന്മാരുടെയും പുനരുത്ഥാനം സംഭവിക്കുകയും ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ഇതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. മരണം സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് 20-ാം അധ്യായം 12 മുതൽ 15 ഭാഗങ്ങൾ.